ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അജീഷ് ടോക്സ്. വീണ്ടും വീഡിയോയിൽ അജീഷാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. ഞാനിവിടെ സ്ക്രീൻ റീഡർ യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിലും സൈറ്റഡ് ആയിട്ടുള്ളവർക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് NVIDIAയുടെ വോയിസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് NVIDIA ലേറ്റസ്റ്റ് വെർഷനാണ്, വിൻഡോസ് 11 ആണ്. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്നാണ്. Microsoft Store window button. ഞാനിവിടെ മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ Ctrl+E പ്രസ് 5 suggest എഡിറ്റ് ബോക്സിലോട്ട് പോയി തുടർന്നുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള വീഡിയോസ് കാണാനായിട്ട് അടുത്ത് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ചെയ്യുന്നത് ഹബ എന്ന കുട്ടിയുടെ ഒരു വോയിസ് കേട്ടതിന് ശേഷമാണ്. ഒരു ഡൗട്ടാണ് അവൾ ചോദിച്ചത്, എങ്ങനെ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വാട്സപ്പ് എന്ന് എഡിറ്റ് ബോക്സിൽ സെർച്ച് ചെയ്യുവാണ്. ഒരു W എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വാട്സപ്പ് എന്ന ഫസ്റ്റ് തന്നെ വരുന്നതായിരിക്കും. ഇവിടെ എൻ്റർ കൊടുക്കാം. 8 suggestions WhatsApp results updated. ഓക്കെ, റിസൾട്ട് അപ്ഡേറ്റഡ് എന്നാണ് പറഞ്ഞത്. ഇവിടെ വാട്സപ്പ് നമുക്കിവിടെ, അതായത് നമ്മൾ സെർച്ച് എഡിറ്റ് ബോക്സിൽ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്തു, എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ റിസൾട്ട് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ടാബ് കൊടുക്കുവാണ്. 8 suggestions user profile button. യൂസർ പ്രൊഫൈൽ ബട്ടൺ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. NVIDIAയുടെ വോയിസ് നോക്കുക. Home not selected, 1 of 4. Library WhatsApp grouping filters toggle button not pressed. All departments toggle button pressed, 1 of 3. WhatsApp average rating. ഓക്കെ, നമുക്ക് ഇവിടെയാണ് വരേണ്ടത്. ഇവിടെ നമ്മൾ ഡൗൺ ആരോ കൊടുത്തു കഴിഞ്ഞാൽ Telegram desktop Snapchat WhatsApp average rating of 4.1 out of 5. നമ്മുടെ വാട്സപ്പിൽ എൻ്റർ കൊടുക്കുക. Install button install WhatsApp. ഓക്കെ, എൻ്റർ കൊടുക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് NVIDIA ഇൻസ്റ്റാൾ ബട്ടണിലോട്ടാണ് ഫോക്കസ് പോകുന്നത്. നമുക്കിവിടെ എൻ്റർ കൊടുക്കാം. Button starting download. ഞാനിവിടെ pause download. ഇവിടെ പോസ്റ്റ് ബട്ടൺ, ഇപ്പോൾ അവിടെ ഇൻസ്റ്റാൾ ബട്ടൺ പോസ്റ്റ് ബട്ടണായി മാറിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. pause download. നിങ്ങളുടെ നെറ്റ് സ്പീഡ് ഉള്ളതുപോലെ ഇരിക്കും ഇൻസ്റ്റാൾ ആവുന്ന ടൈമൊക്കെ. 4. Pause download button 58.09 megabytes of 81.86 megabytes downloaded. Pause download. ഓക്കെ, open button open WhatsApp. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിവിടെ ഓപ്പൺ ബട്ടൺ എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് വാട്സപ്പിൽ എൻ്റർ കൊടുത്തു, ഇൻസ്റ്റാൾ ബട്ടണിൽ ഫോക്കസ് വന്നു, അവിടെ ഞാൻ എൻ്റർ കൊടുത്തു. അവിടെ പോസ്റ്റ് ബട്ടണായി ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം പോസ്റ്റ് ബട്ടൺ ആണ്. അത് കഴിയുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ ബട്ടൺ എന്ന് അവിടെ പറയും. അവിടെ എൻ്റർ കൊടുക്കാം. WhatsApp window. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്സപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയറും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ അടുത്തൊരു വീഡിയോയിൽ വേഗം വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അജീഷ്. ബൈ ബൈ.